ഇന്ന് കേരളത്തില് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും കൂടുതലായിട്ട് ഗൂഗിൾ ചെയ്യുകയോ അതോ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു പദമാണ് തക്കിയ. ഇതൊരു അറബിക് വേർഡാണോ അതോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് പറഞ്ഞത് അവർ ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ മറ്റു വിഭാഗത്തിലുള്ളവരെ പറ്റിക്കാം, ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറ്റിക്കാം, അവരുടെ അടുത്ത് സ്നേഹമെന്നും മതേതരത്വമെന്നും ജനാധിപത്യമെന്നും ഒക്കെ പറഞ്ഞ് കൂടുകയും എന്നാൽ ഭൂരിപക്ഷത്തിൽ ആകുന്ന സമയത്ത് സിറിയ പോലെയോ ഇറാഖ് പോലെയുള്ള ഒരു തമ്മിത്തല്ലിച്ചാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളതാണ് ഈ തക്കിയ എന്ന പദം ഇസ്ലാമിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാർഗം ഏതായാലും അവർക്ക് ഏതോ ലക്ഷ്യമുണ്ട്. എന്നാൽ ലക്ഷ്യം ഏതാണ്? അത് ഈ ഭൂമിയിലല്ല, അത് സ്വർഗത്തിൽ കിട്ടുമെന്നാണ്. നമ്മൾ പലയിടത്തും, ഞാനിപ്പോൾ അതിനെപ്പറ്റി അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ പറ്റി ഒരു ക്ലാസ് എടുക്കുന്നില്ല, പക്ഷെ അത് സ്വർഗത്തിലാണ് കിട്ടുക. എന്നാൽ ഭൂമിയിൽ തല്ലും കുത്തും മറ്റു മതസ്ഥരെ കുത്തി നോവിക്കുക, ജൂതനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവെയോ ഹ്യൂമിലിയേറ്റ് ദം, അവരെ ഇത് സമാധാനം കൊടുക്കരുത്. അതാണ് ഇവരുടെ വിശ്വാസ പ്രമാണം, കാഫിർ എന്ന് പറഞ്ഞാല്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വീഡിയോ മാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അനിൽ മുഹമ്മദ് എന്ന മാന്യദേഹം, ആ സഹോദരൻ ഇന്നലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ ഒരു വീഡിയോ ഇറക്കുന്നത്. അത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇന്ത്യയില് ഇപ്പോൾ നടക്കുന്ന അവരുടെ മസ്ജിദുകളും പള്ളികളും തുരന്ന് അവിടെ സർവേ നടത്തണമെന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് പല മസ്ജിദുകളും, പ്രത്യേകിച്ച് ഗ്യാൻവാപ്പി പോലെയുള്ള മസ്ജിദ്. അപ്പൊ അദ്ദേഹം റെഫർ ചെയ്യുന്നത് ഫാരിസ് അബൂബക്കറൊക്കെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടാസ് കത്തോലിക്കരെ ഒറ്റിക്കൊടുത്ത് ഏതോ ഒരു മെത്രാനെ പിടിച്ച് 2 കള്ളും കുടിച്ച് ഒരു ദീപിക പത്രം ഏറ്റെടുത്തിരുന്നു. അത് കഴിഞ്ഞ് അത് വർക്കി വിധേയത്തിൽ പിതാവ് ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു അത് തിരിച്ചു പിടിച്ചു കത്തോലിക്ക സഭ. എന്നാൽ ഇതിന്റെ ചങ്ക് ഭാഗം കെട്ടിടങ്ങളൊക്കെ ഫാരിസ് അബൂബക്കർ കൊണ്ടുപോയി. കാരണം അതിന്റെ ഒരു ഗതികേട് കത്തോലിക്ക സഭയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഒരു അട്ടിമറിയിലൂടെ ബ്രിട്ടാസ് എന്ന യൂദാസ് ഒറ്റിക്കൊടുത്ത് വിറ്റതാണ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായ നഷ്ടം. ഈ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ദിനപത്രം, ആ പത്രത്തില് ഏതൊരു കൂതറ കള്ള സുടാപ്പിപ്പോഴുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. എഴുതിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ആഴത്തിൽ തുരന്ന് അന്വേഷിക്കരുതെന്നുള്ള ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 1991 ആരാധനയ ആക്ട് ഉണ്ട്. അതായത് പഴയ കാലത്തെ തൽസ്ഥിതി 47 മുമ്പുള്ള ആരാധനാലയങ്ങളൊന്നും തന്നെ കുത്തിപ്പൊളിച്ച് അത് അതേപോലെ തുടരട്ടെ എന്നുള്ളൊരു ആക്ട്. എന്നാൽ മെയ് 2022 ഇപ്പൊ വിരമിച്ച ചന്ദ്രചൂഡ് ഒരു വലിയ നിയമം, ഒരു പ്രസ്താവന നടത്തി, ഒരു വിധിയുടെ ഭാഗമായിട്ട് അങ്ങനെയൊന്നും ഇല്ല, വേണമെങ്കിൽ കുത്തിപ്പൊളിച്ചും തുറന്ന് നോക്കാമെന്ന്. ഈ ചന്ദ്രചൂഡ് എന്ന ജഡ്ജിനെ അനിൽ മുഹമ്മദും ഇസ്ലാമിക സഹോദരങ്ങളും അംഗീകരിക്കുന്ന ജഡ്ജിയാണ്. കാരണം അദ്ദേഹം ശത്രുക്കൾക്ക് പോലും പേര് കേട്ടതാണ് ചന്ദ്രചൂഡ്. അപ്പൊ ഈ ദീപിക പത്രമായിട്ട് പറയുമ്പോൾ എനിക്ക് അനിൽ മുഹമ്മദിനോടാണ് സംസാരിക്കാനുള്ളത്. അനിൽ മുഹമ്മദ് പറഞ്ഞ ഈ ഒരു തക്കിയ പോലെയുള്ള കളിയുണ്ടല്ലോ, കത്തോലിക്കർ, ഇദ്ദേഹത്തിന്റെ ആവശ്യം പ്രഥമമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഇദ്ദേഹത്തിന്റെ ആവശ്യം മുസ്ലിം സമുദായം ചെയ്തു കൂട്ടുന്ന തീവ്രവാദമോ അതുമായിട്ട് പെട്ട അവരുടെ തീവ്ര നിലപാടുകളിൽ കത്തോലിക്കര് അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് ഇന്ത്യയിൽ ഭാഗഭാക്കാകണം, ഇവരുമായിട്ട് കൂടിക്കെട്ടി വേണം ഇത് ചെയ്യാനായിട്ട്. അതുമല്ലെങ്കിൽ കത്തോലിക്കരെ മുന്നിലേക്ക് വിട്ടുകൊടുത്തിട്ട് ആ ഒരു തക്കിയെ കളിക്കണമെന്നാണ് അനിൽ മുഹമ്മദിന്റെ ഒരു ആവശ്യം മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം സ്നേഹമല്ലേ, സ്നേഹം വേണം, സ്നേഹം മതേതരത്വം വേണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ ഇദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം, ഇദ്ദേഹം ഒരു കാത്തലിക് അല്ലെങ്കിൽ ഹിന്ദു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മദ്രസ പൊട്ടന്മാരുടെ സ്റ്റാൻഡേർഡാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ മിസ്റ്റർ അനിൽ മുഹമ്മദ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാഭ്യാസവും ഈ പരിപാലനവും ഹെൽത്ത് കെയർ
ഒക്കെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ജാതിയും മതവും നോക്കാതെ നൽകിയവരാണ് കത്തോലിക്ക ക്രിസ്തീയ മിഷണറിമാര്. അവർ വിദ്യാഭ്യാസമാണ് ഇത് ഇന്ത്യ മുഴുവനും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് മദ്രസ പൊട്ടന്മാരോട് സംസാരിക്കുന്ന രീതിയിലുള്ള തക്കിയ കളി അവർക്ക് നടക്കില്ല. അനിൽ മുഹമ്മദ്, അവർക്കറിയാം താങ്കളുടെ സമുദായം കാട്ടിക്കൂട്ടുന്ന തീവ്രവാദവും അടിച്ചു തല്ലി തകർക്കലുകൾക്കും ഈ കത്തോലിക്ക സമുദായത്തിനെ കൂട്ടുപിടിച്ച് പോകാം എന്നൊരു ചിന്ത താങ്കൾക്കുള്ളിലുണ്ട്. എന്നിരുന്നാലും താങ്കൾ പറയുന്ന സമുദായം താങ്ങാൻ പറ്റുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ നല്ല താങ്ങുന്നും അവർക്കറിയാം. അവർക്ക് ഈ പറഞ്ഞ താങ്കൾ 1991 ആരാധനാലയങ്ങളുടെ ആക്ട്, അന്ന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ കുത്തിന് പിടിച്ച് അങ്ങനെ ഒരു കോടതി നിയമം വന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് ഒരു സംശയം വേണ്ട, വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം തന്നെയുമല്ല, ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ആവശ്യപ്പെടുന്നവര് എത്ര നാള് അവർക്ക് ഭരണത്തിൽ ഏറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ കെടുപ്പ്. എന്നാൽ യാഥാർത്ഥ്യമുള്ള ചന്ദ്രചൂഡ് എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. 91 ഇതിനെ തട്ടിയെ കാട്ടിക്കളഞ്ഞു. 91 ആരാധനാലയങ്ങളുടെ ആക്ട്. ഇപ്പൊ ജയറാം രമേശ് ഇന്നലെ ഇരുന്ന് കരയുണ്ടായിരുന്നു, അയ്യോ. എന്നാ ഞാൻ നിങ്ങളോട് അനിൽ മുഹമ്മദിനോട് സത്യം പറയട്ടെ, കോൺഗ്രസിനുള്ളിലാണ് ഏറ്റവും വലിയ സംഘമിത്രങ്ങളുള്ളത്. അവിടുത്തെ ഹിന്ദുക്കളുടെ അത്ര ഒന്നും BJP-യിലോ ഒന്നും വരില്ല. അവരാണ് ഏറ്റവും വലിയ ഹിന്ദുക്കള് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളില്. അവര് പുറമേക്ക് വന്നിട്ട് പറഞ്ഞ അയ്യോ ആ ആക്ട് ശരിയായില്ലേ, ഈ ആക്ട് അത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവര് താങ്ങണ പോലെ നിങ്ങൾക്കിട്ട് താങ്ങണ പോലെ വേറെ ആരും താങ്ങില്ല. അതാണ് അതിന്റെ വാസ്തവം. ഇനി നമ്മൾ വീണ്ടും കത്തോലിക്ക സഭേനെ മുന്നിൽ നിർത്തി വേണം താങ്കൾക്ക് അടിക്കാനായിട്ട്. എന്നാൽ ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും ജൂതന്മാരെയും നിങ്ങൾ കാഫിർന്ന് വിളിക്കുകയും ചെയ്യും, അവരെ ദ്രോഹിക്കാവുന്നത് പോലെ ദ്രോഹിക്കുകയും ചെയ്യും. ഇനി ഇപ്പൊ ദീപിക പത്രത്തിൽ റെഫർ ചെയ്താണ് താങ്കൾ പറഞ്ഞത്. വേറൊരു പത്രത്തിൽ താങ്കൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം തരട്ടെ. വലിയൊരു തക്കിയ കളിക്കാരനുണ്ട്, ചന്ദ്രിക പത്രത്തിനൊന്ന് റെഫർ ചെയ്യോ? ആ പത്രത്തില് ക്രിസ്ത്യാനികളുടെ ഹാഗിയ സോഫിയ എന്ന പള്ളി പിടിച്ചതിനെ പറ്റി സാദിഖ് അലി തങ്ങൾ എഴുതിയിരുന്നു. അത് നന്നായിരുന്നു എന്ന് എഴുതിയിരുന്നു. അതിനെ പറ്റി ഒന്ന് പറയൂ. ചിലത് പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യുന്ന അനിൽ മുഹമ്മദേ, നിന്റെ തക്കിയ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. കത്തോലിക്കരുടെ അടുത്ത് നടക്കില്ല. ക്രിസ്ത്യാനിയുടെ അടുത്ത് ചിന്തിക്കുക വേണ്ട. കാരണം ക്രിസ്ത്യാനി ആ സെബാസ്റ്റ്യൻ പുന്നക്കിലും അനിൽ കൊടിത്താട്ടും ഒക്കെ ഈ ഖുറാൻ അറബിക്കിൽ വായിച്ചിട്ടേ ഇരിക്കണേ. അവിടെ നിങ്ങളുടെ അമ്മ അക്ബറോ മുജാഹിദ് ബാലുശ്ശേരി ചെന്ന ഓടി അമ്മ അക്ബർ ഓടി. ഇപ്പൊ അമ്മ അക്ബറിന്റെ പരിപാടി എന്താ പറയട്ടെ, മദ്രസ പൊട്ടന്മാരെ കുറച്ച് ആൾക്കാരെ കൂട്ടും, സ്നേഹസംവാദം നിർത്തി ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. കാരണം പൊളിച്ചടക്കി പോയി സെബാസ്റ്റ്യൻ പുന്നിക്കലൊക്കെ ഓടിപ്പോയി. ജെറി പാസ്റ്ററൊക്കെ വന്നിട്ട് പൊളിച്ചടക്കിയോടുകൂടി അക്ബറിനെ ആ വഴിക്ക് കാണാനില്ല. അപ്പൊ അനിൽ മുഹമ്മദ് ആണ് ഇവിടുത്തെ ഫോക്കസ്. അനിൽ മുഹമ്മദിന് ചന്ദ്രികയിൽ വന്ന് ഇതിനെ പറ്റി എഴുതാൻ പറ്റുമോ? അതല്ലെങ്കിൽ നിങ്ങളുടെ മതം നൽകുന്ന സമാധാനത്തെ പറ്റി ഒരു ചർച്ചയ്ക്ക് ഇതുണ്ടോ? ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് ചർച്ചയ്ക്ക് വിഭാഗം ഉണ്ടോ? അതില്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് ആഴത്തിൽ തുരന്ന് അവരുടെ സ്ഥാപനങ്ങൾ ഗ്യാൻവാപ്പി ശിവക്ഷേത്രമാണെങ്കിലും എന്താണെങ്കിലും അവരെടുക്കട്ടെ എന്നാ കത്തോലിക്കര് പറയുള്ളൂ. റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത്, ഇടതിനും വലതിനും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനല്ല പറയുന്നത്, കത്തോലിക്ക സഭയുടെ തലപ്പത്തുള്ള വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനെ ഒന്നും നമ്പാൻ പാടില്ല എന്നുള്ളത്. അപ്പോ അനിൽ മുഹമ്മദ് വന്നിട്ട് നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിനെ ക്രിസ്ത്യാനികളെ കേരളത്തിൽ മാത്രം അത്യാവശ്യത്തിന് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കരുത് എൻ്റെ അനിൽ മുഹമ്മദ്. നടക്കണ കേസല്ല, നടക്കണ കേസ് എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ അനിൽ മുഹമ്മദ്. വേറെ പണിക്ക് പോടോ താൻ, വേറെ പണിക്ക് പോ. ചിരിച്ച് വളിച്ച ചിരിയുമായിട്ട് ഇരുന്ന് നിനക്ക് താൻ എന്തിട്ട് പണിയാണ് ചെയ്യുന്നത്? ദീപിക ഫാരിസ് അബൂബക്കർ എന്ന വെറുക്കപ്പെട്ടവൻ എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞ ആ മുതലാളി ഒരിക്കൽ കൊണ്ടുപോയി ഒരു കൂതറ സുഡാപ്പി അങ്ങനെ അതിൽ ദീപികയിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ അവൻ 2022 ചന്ദ്രചൂഡിന്റെ വിധി പറഞ്ഞില്ല. എത്ര കാപ്പട്ടിയാടോ അനിൽ മുഹമ്മദ് താങ്കൾ ചെയ്യുന്നേ? കപടത്തയുടെ വെറും മുഖം ചിരിച്ചു വരുന്നവൻ. സത്യം പറയുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് പറയടോ. താങ്കൾ കുഴിക്കണ്ടെന്ന് പറയണില്ലേ? കേരളത്തിലെ വിഷയം എടുക്ക്, വഖഫ് എടുക്ക്, മുനമ്പെടുക്ക്. അല്ലെങ്കിൽ ഞാൻ താങ്കളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ടിപ്പു സുൽത്താന്റെ പൊളിച്ച പള്ളി എടുക്ക്. ഹൈന്ദവ ആരാധനാലയങ്ങള് കുഴിച്ച് തന്നെ എടുക്കും. ഹൈന്ദവ സഹോദരങ്ങള് വന്ന് കുഴിച്ച് കോടതി വിധി പ്രകാരം വന്ന് കുഴിച്ചെടുക്കുമേ, കുഴിച്ച് തന്നെ എടുക്കണം. കത്തോലിക്കരൊന്നും കിട്ടില്ല. അവര് മദ്രസ പൊട്ടന്മാരല്ല, ക്രിസ്ത്യാനിനും കിട്ടില്ല. അത് താങ്കൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ? ഓക്കെ.